സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 18-ാം തിരുവചനം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 18-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഥവാ ക്രൂശിൻ്റെ വചനത്തിൻ്റെ 2 പ്രത്യേകതകളാണ് നാം കാണുന്നത്. ആദ്യത്തേത്, ഈ ക്രൂശിൻ്റെ വചനം, ഈ സുവിശേഷം, ഈ യേശുവിൻ്റെ നാമം സംബന്ധിച്ചുള്ള ദൈവരാജ്യത്തിൻ്റെ സദ്വർത്തമാനം, അത് നശിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് അവർക്കത് അഥവാ ക്രൂശിൻ്റെ വചനം ദൈവശക്തിയായി മാറ്റപ്പെടുകയാണ്. ഇവിടെ സദൃശവാക്യങ്ങളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയ ഒരു വചനം അന്വർത്ഥമാവുകയാണ്. ആ വചനം എങ്ങനെയാണ്? തിന്ന് തൃപ്തനായവന് തേൻ കട്ടയും അത് ഒരു വേസ്റ്റായി തോന്നുന്നുവെന്നാണ്. അത് ഒരു അധികമായി അവന് അനാവശ്യ വസ്തുവായി തോന്നുന്നു എന്നുള്ളതാണ്. എന്നാൽ വിശന്നിരിക്കുന്നവനോ കയ്പുള്ളതൊക്കെയും മധുരം എന്നുകൂടെ അവിടെ പറഞ്ഞിരിക്കുന്നു. അത് തിന്ന് തൃപ്തനായവൻ, വിശപ്പില്ലാത്തവന്, അവന് എന്ത് കിട്ടിയാലും അത് ഒരു വേസ്റ്റായി തോന്നും. എന്നാൽ വിശന്നിരിക്കുന്നവനോ കയ്പുള്ളതുപോലും മധുരമായി തീരും എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രൂശിൻ്റെ വചനവും അഥവാ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം, യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം, അത് ആർക്കാണ് ഒരു വേസ്റ്റായി തോന്നുന്നത്? നശിച്ചു പോകുന്നവർക്കാണ്. എന്നാൽ ആർക്കാണ് അത് ദൈവശക്തിയായി മാറ്റപ്പെടുന്നത്? അത് രക്ഷിക്കപ്പെടുന്നവർക്കാണ്. ഇവിടെയാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകത വരുന്നത്. സുവിശേഷം അഥവാ ക്രൂശിൻ്റെ വചനം അത് സ്വീകരിക്കുന്നവർക്ക് ദൈവശക്തിയായി മാറ്റപ്പെടുന്നു. എന്താണ് ക്രൂശിൻ്റെ വചനം? മാനവരാശിയെ പാപത്തിൽ നിന്ന് യേശുക്രിസ്തു കാൽവരിയിൽ ബലിയാഗമായി തീർന്ന ക്രൂശിലൂടെ രക്ഷിച്ച് നിത്യരാജ്യത്തിന് അഥവാ നിത്യജീവന്, സ്വർഗരാജ്യത്തിന് മർത്യനെ അവകാശമാക്കി തീർക്കുന്ന അനുഭവം, അതാണ് ക്രൂശിൻ്റെ വചനം. ക്രൂശിലൂടെയാണ് കർത്താവായ യേശു മാനവരാശിയെ രക്ഷിച്ചത്. ക്രൂശ് പണ്ട് അഥവാ ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് അത് വെറുമൊരു കൊലക്കയർ പോലെയായിരുന്നു. അതെ, കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്ന കൊലക്കയറിന് സമാനമായിരുന്നു ക്രൂശിൽ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ക്രൂശിൻ്റെ അവസ്ഥ. എന്നാൽ കർത്താവായ യേശു ഈ മുഴുപ്രപഞ്ചത്തിലെ സകലജാതി ജനങ്ങളുടെയും പാപപരിഹാര ബലിയായി ക്രൂശിന്മേൽ യാഗമായി തീർന്നപ്പോൾ ആ ക്രൂശ് രക്ഷയുടെ ചിഹ്നമായി മാറി. അഥവാ മാനവരാശിയുടെ രക്ഷയുടെ അടയാളമായി മാറുകയാണ്. ആ ക്രൂശിൻ്റെ വചനം നാം സ്വീകരിച്ച് ദൈവശക്തിയെ പ്രാപിച്ച് അവിടുത്തെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ആ വിളി
വിശുദ്ധ വിളിയാണ്. ആ വിശുദ്ധ വിളിക്ക് നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കർത്താവിൻ്റെ വിളിയെ, വിശുദ്ധ വിളിയെ നാം സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് രക്ഷയുടെ ആനന്ദം ലഭിക്കുന്നതിന് കാരണമായി തീരുന്നു. ആമേൻ.